ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഈസി ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സോ മച്ച് ഹാപ്പിനെസ് എന്ന പോമാണ് പഠിക്കുന്നത്. വാട്ട് മേക്സ് യു ഹാപ്പി? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആക്കും അല്ലേ? ഈ ഹാപ്പിനെസ് ഓവറായ എന്താ ചെയ്യാം? നമ്മൾ പലയിടത്തും സ്റ്റെക്കായി പോവാറുണ്ട് അല്ലേ? സോ ഹാപ്പിനെസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നോമി ഷിയാബ്നെ എഴുതിയിട്ടുള്ള ഒരു പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മീറ്റ് ദ പോയിറ്റ്. Naomi Shihab, Palestinian American poet, writer, essayist, and educator. Her work reflects her upbringing and experiences as an Arab American. Nay has won numerous honors for her contribution to literature for children and young adults. She is the recipient of NSK National Award for Children's Literature in 2013. Naomi Shihab ഒരു പലസ്തീനിയൻ അമേരിക്കൻ റൈറ്ററാണ്, പോയിറ്റാണ്, എഡ്യൂക്കേറ്ററാണ്, എസ്സേയിസ്റ്റാണ്. അറബ് അമേരിക്കൻ എക്സ്പീരിയൻസസ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. ഷി വോൺ ന്യൂമറസ് ഹോണേഴ്സ്, ഒരുപാട് ഹോണേഴ്സ് ലഭിച്ചിട്ടുണ്ട്, അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ബാലസാഹിത്യത്തിലൊക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ പോയം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. When we are extremely happy, we may not know how to express or handle that happiness. നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുക? വി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ്. എങ്ങനെ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യും? ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അല്ലേ? സോ വിത്ത് സാഡ്നെസ് ദർ ഇസ് സംതിങ് ടു റബ് അഗേൻസ്റ്റ്. നമ്മൾ സാഡ്നെസ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദുഃഖത്തിലാവുമ്പോൾ ദർ ഇസ് സംതിങ് that give us something concrete to deal with. We can identify its cause and try to overcome it. നമുക്കറിയാം എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും നമ്മുടെ സാഡ്നെസ്സിന്. സോ ആ ഒരു സാഡ്നെസ്സിന്റെ റീസൺ മനസ്സിലാക്കിയിട്ട് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് സന്തോഷം വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറയാൻ പറ്റില്ല. ഹിയർ ദ പോയിറ്റ് കോൺട്രാസ്റ്റിംഗ് ഹാപ്പിനെസ് വിത്ത് സാഡ്നെസ്. ഹാപ്പിനെസ്സിനെ സാഡ്നെസ്സുമായി കമ്പയർ ചെയ്യണം. ഹാപ്പിനെസ്, ഒരുപാട് ഹാപ്പിനെസ് ആകുമ്പോൾ നമുക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു. അതേസമയം സാഡ്നെസ് ആകുമ്പോൾ അതിനൊരു കോസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓവർകം ചെയ്യുന്നുണ്ട്. A wound to tend with lotion and cloth. Just as a wound can be treated with medicine and a bandage, sadness can be comforted and healed. Here the poet says, wound to tend with lotion and cloth. നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ലോഷനും ക്ലോത്തും ഒക്കെ യൂസ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യും. Here the poet uses metaphor. Won't represent emotional pain. നമ്മുടെ ഇമോഷണൽ പെയിൻ അങ്ങനെയാണ്. നമുക്കൊരു പെയിൻ ഉണ്ടായാൽ അതിന്റെ കാരണം എന്താണ്, അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. She also uses an imagery. The poet creates the image of caring for a wound. ഒരു മുറിവ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യുന്നത്, അതിന്റെ ഒരു ഇമേജറി ആണ് ഈ ഒരു ലൈനിലൂടെ പോയിട്ട് കാണിക്കുന്നത്. Then next line. When the world falls in around you, you have pieces to pick up. When life becomes difficult, we can slowly recover by rebuilding our lives. നമ്മുടെ ലൈഫ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും റീബിൽഡ് ചെയ്ത് പതിയെ പതിയെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നുണ്ട്. സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ് ലൈക്ക് ടിക്കറ്റ് സ്റ്റെപ്സ് ഓഫ് ചേഞ്ച്. ആഫ്റ്റർ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ് വി ആർ ലെഫ്റ്റ് വിത്ത് മെമ്മറീസ് ഓർ സ്മാൾ റിമൈൻഡേഴ്സ് ദാറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ്. നമ്മൾ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെയധികം മെമ്മറീസ് ഉണ്ടാവും. ആ ഒരു മെമ്മറീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഒരു റിലീഫ് നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ കംഫർട്ട് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരാളെ മിസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യും. ചിലപ്പം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത ടിക്കറ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, ഫോട്ടോഗ്രാഫോ എന്തായാലും നമ്മൾ അത് കാണുമ്പോൾ നമുക്കൊരു ഹീലിംഗ്, നമ്മുടെ ആ ഒരു സാഡ്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹാപ്പിനെസ് ഈസ് ലൈറ്റ്, ഫ്രീ ആൻഡ് കനോട്ട് ബി ഹെൽഡ് ഓർ കൺട്രോൾഡ്. വി ക്യാൻ കൺട്രോൾ ഹാപ്പിനെസ്, വി ക്യാൻ ഹാൻഡിൽ ഹാപ്പിനെസ്. അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. We should not try to control or possess happiness. It comes naturally. Happiness എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒന്നാണ്. അത് നമുക്ക് ഹോൾഡ് ചെയ്തെക്കാൻ പറ്റില്ല. Here the poet uses simile like tickets, steps or change. Like എന്ന് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്കോ ഹാസോ യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നതിനെയാണ് simile എന്ന് പറയുന്നത്. Then here the poet also uses personification.
happiness source. It doesn't need anything. True happiness is complete in itself. It does not depend on wealth, positions, or external conditions. Happiness is free and natural. Unlike sadness, it cannot be controlled or confined. The poet encourages us to enjoy happiness when it comes. എപ്പോഴാണോ ഹാപ്പിനെസ് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി എൻജോയ് ചെയ്യുക. ട്രൂ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് സ്വയം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് വെൽത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷനെയോ അല്ലെങ്കിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു കാര്യത്തെയും അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് നാച്ചുറൽ. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിടിച്ചു വെക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ ഹാപ്പിനെസ് വരുന്നത് അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക. Happiness lands on the roof of the next house singing and disappears when it wants to. You are happy either way. Even the fact that you once lived in a peaceful tree house and now live over a quarry of noise and dust cannot make you unhappy. Here the poet says, happiness comes unexpectedly and leaves whenever it wishes. We can't control happiness or force it to stay. True happiness is independent of external conditions, even if life changes from peaceful surroundings to noisy, dusty places. Genuine happiness remains within us. നമ്മൾ പറഞ്ഞു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ്. അതിങ്ങനെ പാട്ട് പാടി എന്ത് ചെയ്യാണ്? ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ പടരുന്നു. നമ്മുടെ ഹാപ്പിനെസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമായ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിങ്ങനെ വന്നുകൊണ്ട് പോയോണ്ടൊക്കെ ഇരിക്കും. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റു എക്സ്റ്റേണൽ തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നമ്മളൊരു ട്രീ ഹൗസിൽ ജീവിച്ച് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദവും പൊടിയും നിറഞ്ഞ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷനും നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന കാര്യമല്ല. യഥാർത്ഥ ഹാപ്പിനെസ് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും നമുക്ക് ഒരുപോലെ ജീവിക്കാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. എവറിത്തിങ് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇറ്റ് ടു കുഡ് wake up filled with possibilities of coffee, cake, and ripe peaches, and love even the floor which needs to be swept, the soiled linen and scratched records. Here the poet says that everything in life has a beauty and value. Every new day brings fresh opportunities. Happiness helps us enjoy ordinary things. We begin to appreciate even household chores and imperfect things with love. പോയിട്ട് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ മാറിയാലും യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ നിലനിൽക്കും. ഓരോ ജീവനും ഓരോ വസ്തുവിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ദിവസവും നമുക്ക് പുതിയ പ്രതീക്ഷകളാണ്, പുതിയ അവസരങ്ങളാണ് നമുക്ക് നൽകുന്നത്. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ എൻജോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വി ബിഗിൻ ടു അപ്രിഷിയേറ്റ് ഈവൻ ഹൗസ് ഹോൾഡ് ചോയ്സ് ആൻഡ് ഇംപെർഫെക്റ്റ് തിങ്സ് വിത്ത് ലവ്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ഉണ്ടെങ്കിൽ ആ ഒരു സന്തോഷമുള്ള മനസ്സ് നമ്മുടെ വീട്ടിലെ ജോലികൾ പോലും സന്തോഷത്തോടെ ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു ചായ കുടിക്കാൻ പോവാം. എന്താണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്? അത് നമ്മുടെ ഒരു ഹാപ്പിനെസിന്റെ ഭാഗമാണ്. ഒരു ചായ കുടിക്കുന്നതിലും നമുക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്. നമ്മൾ ഒരാളെ കൂടെ ചായ കുടിക്കാൻ പോകുന്നു, അതിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. സോ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം. അതാണ് ഇവിടെ പറയുന്നത്. കോഫി കേക്കും റൈപ്പ് പീച്ചസും നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ ഹാപ്പിനെസ്, ചെറിയ ചെറിയ നിമിഷങ്ങൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഹൗസ് ഓൾഡ് ചോഴ്സിലും അതുപോലെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള തിങ്സ് നമ്മുടെ ലൈഫിലെ ഇപ്പം തുടയ്ക്കാത്ത ഫ്ലോറ്, അതുപോലെ നമ്മുടെ പഴകിയ വസ്ത്രങ്ങള്, സ്ക്രാച്ച് റെക്കോർഡ്സ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം. ചില ഇംപെർഫെക്റ്റ് തിങ്സ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ആ ഇംപെർഫെക്റ്റ് തിങ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം. എൻജോയ് എവറി മൊമെന്റ്. The poet uses personification. Everything has a life of its own. എല്ലാത്തിനും എന്താണ്? അതിൻ്റെതായ ഒരു ലൈഫ് ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യന് മാത്രമല്ല, മനുഷ്യൻ്റെതാണ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. അത് എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ പോയിറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് പേഴ്സോണിഫിക്കേഷൻ. ദെൻ ഇമേജറി. കോഫി കേക്ക്, റൈപ്പ് പീച്ചസ്, സോയിൽഡ് ലിനൻ, സ്ക്രാച്ച് റെക്കോർഡ്സ്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇമേജറി തന്നെ മനസ്സിൽ കാണുന്നുണ്ട് അല്ലെ?
Then symbolism. Ordinary objects represent everyday life and simple joys. Ordinary objects എന്ന് പറയുന്നത് നമ്മുടെ everyday ലൈഫിനെയും ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then enchantment. The idea continues smoothly from one line to the next. ഓരോ ലൈനിൽ നിന്നും ആ ഒരു ചെറിയ കാര്യങ്ങളെ പോലും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം എന്നുള്ള ഒരു ഐഡിയ ഓരോ ലൈനിൽ നിന്നും കണ്ടിന്യൂ ചെയ്ത് പറയുന്നുണ്ട്. Happiness lands on the roof of the next house singing. Happiness is compared to a bird that flies freely and lands on another house while singing. It cannot be controlled. Happiness എന്ന് പറയുന്നത് ഒരു വീട്ടിലെ റൂഫിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് ഒരു പക്ഷിയെ പോലെ പടരുന്നു. It cannot be controlled. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. And disappears when it wants to. Happiness comes and goes unexpectedly. We cannot force it to stay. നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് നിലനിൽക്കണം എന്ന് പറഞ്ഞ് നിർത്താൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. Personification. Here the poet uses personification. Happiness is given human actions, lands, sings. ഹാപ്പിനെസ് എന്ത് ചെയ്യാണ്? പാട്ട് പാടുന്നു. ഇതൊക്കെ മനുഷ്യന്റെ ആക്ഷൻസ് ആണ്, മനുഷ്യന്റെ ക്വാളിറ്റീസ് ആണ്. മനുഷ്യന്റെ ക്വാളിറ്റിന് മനുഷ്യനല്ലാത്ത നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. She also uses imagery. Here's a vivid picture of bird that flies freely from one house to another. Since there is no place large enough, the poet says that happiness is so great that no single place is big enough to hold it. Here the poet uses hyperbole, exaggeration. Happiness is exaggerated as being too large to fit anywhere. ഇവിടെ പോയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത്രയും ലാർജ് ആണ്, എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ലിമിറ്റ്ലെസ്, ഇറ്റ് ഈസ് ഫ്രീ ടു ഫ്ലോ, ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്. ദ ജോയ് ഇൻസൈഡ് എ പേഴ്സൺ ഈസ് ലിമിറ്റ്ലെസ് ആൻഡ് കനോട്ട് ബി കൺഫൈൻഡ്. നമ്മുടെ ഉള്ളിലുള്ള ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റില്ല. എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും നമ്മൾ ആ ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യണം എന്നറിയാതെ. Symbolism. Here the poet uses symbolism. Happiness symbolizes inner peace and positivity. നമ്മുടെ ഒരു പോസിറ്റിവിറ്റിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ പീസിനെയാണ് ഹാപ്പിനെസ് ആയിട്ട് ഹാപ്പിനെസ് സിംബലൈസ് ചെയ്യുന്നത്. You shrug, you raise your hands and it flows out of you. When happiness becomes overwhelming, it naturally spreads from you to others. ഒരുപാട് ഹാപ്പിനെസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും കൂടെ നമ്മളെ കാരണം സന്തോഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു. സന്തോഷം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്ന ഒന്നും കൂടെയാണ്. Here the poet uses metaphor. Happiness is compared to a flowing liquid. ഒരു flowing liquid പോലെ ഹാപ്പിനെസ്സിനെ കമ്പയർ ചെയ്യാം. She also uses personification. Happiness is described as if it can flow by itself. ഹാപ്പിനെസ് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Into everything you touch, you are not responsible. A happy person's positive attitude influences everyone and everything around them. You do not deliberately spread happiness. It happens naturally because of your joyful nature. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെയും അത് സന്തോഷിക്കാൻ കാരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. Here the poet uses metaphor. Touch represent influence rather than physical touch. Physical touch അല്ല, നമ്മളുടെ ഒരു ഹാപ്പിനെസ് മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരെയും കൂടി ടച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. You take no credit as the night sky takes no credit. A truly happy person remains humble and does not boast about spreading happiness, just as the night sky does not claim credit. നൈറ്റ് സ്കൈ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. എന്തുകൊണ്ടാണ്? മൂണിനെ കൊണ്ടാണ് അത്രയും ബ്യൂട്ടിഫുൾ ആവുന്നത് എന്ന് കരുതി നൈറ്റ് സ്കൈ അതിന്റെ ഒരു അവകാശം പറയുന്നില്ല. Here the poet uses simile. A happy person is compared to the night sky. ഒരു ഹാപ്പി പേഴ്സണെയാണ് നൈറ്റ് സ്കൈയുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. She also uses personification. The night sky is given the human quality of taking credit. മനുഷ്യന്മാരാണ് അല്ലെ ക്രെഡിറ്റ് എടുക്കാറ്. ആ ഒരു ക്വാളിറ്റിയാണ് നൈറ്റ് സ്കൈന് കൊടുക്കുന്നത്. അതായത് നൈറ്റ് സ്കൈ ഒരു ക്രെഡിറ്റും എടുക്കുന്നില്ല. എന്തിന്റെ ക്രെഡിറ്റ് എടുക്കാത്തത് നമുക്ക് നോക്കാം. For the moon, but continues to hold it and share it. The night sky quietly carries and displays the moon. Similarly, a happy person quietly spreads joy. രാത്രിയിലെ ആകാശത്തെ അമ്പിളിയുടെ അല്ലെങ്കിൽ ചന്ദ്രന്റെ ആ ഒരു ബ്യൂട്ടി, അതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും നൈറ്റ് സ്കൈ എടുക്കുന്നില്ല. It displays more. Similarly, a happy person quietly spreads joy.
ഒരു ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ തന്റെ ചുറ്റുമുള്ളതിനെയെല്ലാം എന്താക്കുന്നു ജോയ്ഫുൾ ആക്കും. The poet uses personification. The sky is described as holding and sharing the moon. സ്കൈ എന്ത് ചെയ്യാണ് മൂണിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. Symbolism. The moon symbolizes happiness, hope and beauty. And in that way, Bino, people remember and recognize you because of your kindness, humility and happiness you spread. മനുഷ്യർ നമ്മളെ റിമെമ്പർ ചെയ്യാറ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൈൻഡ്നെസ്, നമ്മുടെ ഹ്യൂമിലിറ്റി, നമ്മുടെ ഹാപ്പിനെസ്, നമ്മൾ സ്പ്രെഡ് ചെയ്ത ഹാപ്പിനെസ്, ഇതൊക്കെ വെച്ചിട്ടാണ് മനുഷ്യർ നമ്മളെ റിമെമ്പർ ചെയ്യുക. സോ യു ഷുഡ് ഷെയർ യുവർ ഹാപ്പിനെസ് ആൻഡ് എൻജോയ് എവറി മൊമെന്റ്സ്. Here the poet also uses symbolism. Being known symbolizes earning respect through goodness. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് റെസ്പെക്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലത് പകർന്ന് നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ചെറിയ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം സന്തോഷം കണ്ടെത്തുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം ആ സന്തോഷത്തെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഇത്രയുമാണ് പോയിട്ട് ഈ ഒരു പോയത്തിലൂടെ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ഫൗണ്ട് ഇറ്റ് യൂസ്ഫുൾ, സ്റ്റേ ട്യൂൺഡ്.